ഹലോ, കടുപ്പത്തിലൊരു കഥ എന്ന നമ്മുടെ കഥയുടെ ചാനലിൽ രണ്ടാമത്തെ സീസണിലെ 11ാമത്തെ കഥയാണ് ഇന്ന്. ഇന്നത്തെ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്പം കടുപ്പം കുറഞ്ഞ കഥയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവർക്കും ആസ്വാദ്യമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. കുട്ടികളുടെ ഷൂസിൽ നമ്മുടെ പാദങ്ങൾ വെച്ച് ഈ കഥ കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഇന്നത്തെ കടുപ്പം കുറഞ്ഞ കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് പാവയ്ക്കാക്കുട്ടൻ. അച്ഛാ, മഴയൊന്ന് തൊട്ടോട്ടെ ഞാൻ? ചോദ്യം കേട്ട് പിന്തിരിഞ്ഞു നോക്കിയ ഹരിക്ക് ചിരി വന്നു. പിന്നിലത്തെ സീറ്റിൽ മുട്ടുകുത്തി നിന്ന് ഗ്ലാസ് അല്പം താഴ്ത്തി അറിയാത്ത ഭാവത്തിൽ വിരലുകൾ നനച്ചുകൊണ്ടാണ് ബിരുദന്റെ ചോദ്യം. തൊട്ടടുത്ത് കുഞ്ഞുണ്ണിയെ മടിയിൽ കിടത്തി ഉറക്കത്തെ കൂട്ടുപിടിച്ച പാർവതി അറിഞ്ഞിട്ടില്ല. 6 വയസ്സുകാരന്റെ മുഖത്തെ പ്രതീക്ഷ കണ്ടപ്പോൾ വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. പിന്നെന്താ ഉണ്ണി, ആയിക്കോളൂ എന്ന് തലയാട്ടും മുൻപേ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് താഴ്ത്തണ്ട മോനെ, തൂളിമാനം അടിക്കും, സീറ്റ് നനയും. ഉണ്ണിയുടെ മങ്ങിയ മുഖത്തേക്ക് നോക്കി സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അച്ചച്ചന്റെ വീട്ടിലെത്തട്ടെ മോനെ, മഴയത്ത് കളിക്കാനിറക്കാം. ഓക്കെ? ഓക്കെ ആണ്, പക്ഷെ അച്ഛൻ പ്രോമിസ് ചെയ്യണം, ഇല്ലെങ്കിൽ അമ്മൂമ്മ സമ്മതിക്കില്ല. ശരി ഉണ്ണി, പ്രോമിസ്. ഇനി മോൻ ഗ്ലാസ് പൊക്കി വെച്ച് സീറ്റിൽ നേരെ ഇരിക്കൂ. ഇങ്ങനെ ഇരുന്നാൽ അങ്കിൾ ബ്രേക്ക് ഔട്ടുമ്പോ നീ താഴെ കിടക്കും. പറഞ്ഞിട്ട് നോക്കിയത് കണ്ണു തുറന്ന പാർവതിയുടെ മുഖത്തേക്കാണ്. എത്താറായോ? ചോദ്യത്തിനൊപ്പം തന്നെ അവൾ ഉണ്ണിയെ പിടിച്ച് നേരെ ഇരുത്തുകയും ചെയ്തു. അമ്മയുടെ ബലപ്രയോഗത്തിൽ മനസ്സില്ലാ മനസ്സോടെ ഇരുന്ന ഉണ്ണിക്കുട്ടൻ കയ്യിൽ പതിഞ്ഞ തണുത്ത വെള്ളം നാക്കിൽ തൊട്ടു നോക്കി. നല്ല തണുപ്പ്, നല്ല സുഖം. നനഞ്ഞ കൈ മുഖത്ത് തുടച്ചുകൊണ്ട് അവൻ മഴ നോക്കിയിരുന്നു. അച്ഛച്ചന്റെ വീട്ടിൽ എല്ലാവരും ഇപ്പോൾ എത്തിക്കാണും. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ. എല്ലാവരും കൂടി എന്ത് രസമാണ് നാട്ടിലെ അവധിക്കാലം. ഇനിയിപ്പോൾ 1 മാസം മുഴുവൻ കളിച്ച് കഥകൾ കേട്ട് യാത്രകൾ ചെയ്ത് നല്ല രസമാകും. കൈകൊണ്ട് മെല്ലെ തുടയിൽ തട്ടുന്ന അമ്മയുടെ കൈയെടുത്തു മാറ്റിയാലോ എന്ന് ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു. അമ്മ തട്ടുമ്പോൾ പതുക്കെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ഇങ്ങനെ തന്നെയാണ് അമ്മ കുഞ്ഞുണ്ണിയെയും ഉറക്കിയത്. വീട്ടിൽ ചെല്ലുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ഇരിക്കും ഉണ്ണിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ അവൻ എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറിയതും അമ്മ അവനെ ഉറക്കി. അവിടെ എത്തിയാൽ എന്തൊക്കെ ചെയ്യണം എന്ന ആലോചനയിലേക്ക് വഴുതി വീണ ഉണ്ണി ഓർത്തത് ഇപ്പോൾ ജാനുവമ്മ ചേച്ചിമാരോട് എത്ര കഥകൾ പറഞ്ഞു കാണും എന്നതാണ്. രാത്രിയായാൽ ജാനുവമ്മ അത്താഴം കഴിഞ്ഞ് അടുക്കളപ്പണിയൊക്കെ ഒന്ന് തീർത്ത് ഊണുമുറിയിലുള്ള കട്ടിലിൽ കിടക്കാൻ വരുമ്പോഴേക്കും കുട്ടികളെല്ലാവരും ഹാജരായിരിക്കും. കഴിഞ്ഞ തവണ പറഞ്ഞു തന്ന കഥകളൊക്കെ ഇപ്പോൾ മറന്നുപോയിരിക്കുന്നു. അതിൽ പാവയ്ക്കാക്കുട്ടന്റെ കഥ മാത്രം നല്ല ഓർമ്മയുണ്ട്. ജാനുവമ്മയെ കൊണ്ട് എത്ര തവണ പറയിച്ചു ആ കഥ. തുടയിൽ തട്ടിക്കൊണ്ട് ജാനുവമ്മ പറയുന്ന ആ ഒരു ഈണത്തിൽ തന്നെ ഉണ്ണിക്കുട്ടന്റെ മനസ്സിലേക്ക് കഥ അങ്ങനെ ഒഴുകി വന്നു. ദൂരെ ഒരു നാട്ടിൽ വയസ്സായ ഒരപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അപ്പൂപ്പന് മന്ത്രവാദമൊക്കെ അറിയാമായിരുന്നു. വീട്ടിലൊറ്റയ്ക്കാണ് എന്ന് എന്നും പരാതി പറയുന്ന അമ്മൂമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് അപ്പൂപ്പൻ തീരുമാനിച്ചു. ഒരു ദിവസം ചന്തയിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വന്ന അപ്പൂപ്പൻ ആ കൂട്ടത്തിൽ നല്ല മുഴുത്ത മൂത്ത ഒരു പാവയ്ക്കയും കൊണ്ടുവന്നിരുന്നു. വൈകുന്നേരം അമ്മൂമ്മ പാവയ്ക്ക എടുത്ത് മുറിച്ചപ്പോൾ അതാ പാവയ്ക്കയുടെ ഉള്ളിൽ നിന്നും പെരുവിരൽ വലിപ്പത്തിൽ ഒരു കുഞ്ഞ് താഴേക്ക് ചാടി. പാവയ്ക്കയുടെ ഉള്ളിൽ മടങ്ങിക്കിടന്നതുകൊണ്ടാവണം അവന് ഒരു നേരിയ വളവുണ്ടായിരുന്നു. അമ്മൂമ്മ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് സന്തോഷമായി. ആരും കൂട്ടില്ലാത്ത നമുക്ക് ഒരു കൂട്ടായിട്ട് വന്ന ഇവനെ വളർത്താം എന്ന് അമ്മൂമ്മ പറഞ്ഞു. അപ്പൂപ്പൻ സമ്മതിക്കുകയും ചെയ്തു. പാവയ്ക്കാക്കുട്ടൻ എന്ന് സ്നേഹത്തോടെ അവർ പേരും വിളിച്ചു. പാവയ്ക്കാക്കുട്ടൻ സദാസമയവും അവരുടെ കൂടെ നടന്നു. കുറേശ്ശെ വളർന്നു വന്ന അവന് എന്തിനാണ് അവനെ കാണുമ്പോൾ മറ്റുള്ളവർ ഇത്ര ചിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. സ്വന്തം ശരീരത്തിന്റെ വളവ് അവന് മനസ്സിലാകില്ലല്ലോ. സ്വന്തം പേര് തീരെ പിടിക്കാതിരുന്ന അവൻ പേര് മാറ്റണം എന്ന് വാശി പിടിച്ചു തുടങ്ങിയപ്പോൾ അമ്മൂമ്മ അതിയായ സ്നേഹത്തോടെ പൊന്നുണ്ണി എന്ന് വിളിച്ചു.
പക്ഷേ പാവയ്ക്കാക്കുട്ടൻ എന്ന പേരു മാറി പൊന്നിന്റെ തിളക്കമുള്ള പേര് വന്നിട്ടും എല്ലാവരും അവനെ പഴയതുപോലെ തന്നെ വിളി തുടർന്നുകൊണ്ടിരുന്നു. പരാതിയും സങ്കടവും കരച്ചിലും ഒക്കെ ആയി വന്ന പൊന്നുണ്ണിയെ സമാധാനിപ്പിക്കാൻ തൽക്കാലത്തേക്ക് ഒരു പോംവഴിയായിട്ട് അപ്പൂപ്പൻ മന്ത്രങ്ങൾ ചൊല്ലി ഓതിയ ഒരു കമ്പ് ശരം പോലെ മിനുക്കി അവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ആരെങ്കിലും പൊന്നുണ്ണിയെ പാവയ്ക്കാക്കുട്ട എന്ന് വിളിച്ചാൽ അവരെ നോക്കി കണ്ണടച്ച് ഞാൻ പഠിപ്പിക്കുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഠോ ഠോ എന്ന് പറഞ്ഞാൽ മതി. അവർ ആ നിമിഷം ബോധം കെട്ട് താഴെ വീഴും. മന്ത്രം പഠിച്ച് ചിരിച്ച് കളിച്ച് അടുത്തേക്ക് വന്ന പൊന്നുണ്ണിയെ കണ്ട അമ്മൂമ്മ സന്തോഷത്തിന്റെ കാര്യം മനസ്സിലാക്കാതെ അവന് കഴിക്കാൻ കുഴക്കട്ട ഉണ്ടാക്കി കൊടുത്തു. വയറ് നിറഞ്ഞ പൊന്നുണ്ണി കളിക്കാൻ ഒരുങ്ങിയപ്പോൾ അമ്മൂമ്മ അവനോട് അരി വാങ്ങി വരാൻ പറഞ്ഞയച്ചു. അവൻ ചന്തയിലെത്തി ചുറ്റും ഒന്ന് നോക്കി. സ്ഥിരമായി കളിയാക്കുന്ന അരിക്കടക്കാരൻ ചേട്ടൻ പൊന്നുണ്ണിയെ കണ്ടപ്പോഴെ ചിരിച്ചുകൊണ്ട് പാ കുട്ടൻ പാവ കുട്ടൻ പാവയ്ക്ക കുട്ടൻ എന്ന പതിവ് പാട്ടുപാടി ചിരിക്കാൻ തുടങ്ങി. അത് പോരാഞ്ഞ ഇതാര് പാവയ്ക്കാക്കുട്ടനോ എന്ന് ചോദിക്കുക കൂടി ചെയ്തു. മന്ത്രം പരീക്ഷിക്കാൻ കാത്തിരുന്ന പൊന്നുണ്ണി കമ്പ് നീട്ടിപ്പിടിച്ച് ഠോ ഠോ എന്ന് പറഞ്ഞു. കേട്ട നിമിഷം അയാൾ താഴെ വീണ് ബോധം കെട്ടു. താഴെ കിടക്കുന്ന അയാളെ നോക്കി ചിരിച്ചും കൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. അവനെ കണ്ടതും അമ്മുമ്മ ചോദിച്ചു, അരി എവിടെ എന്റെ പൊന്നുണ്ണി? അരി കടയിലുണ്ട് എന്ന് പറഞ്ഞതും കടക്കാരൻ ചേട്ടൻ താഴെ വീണത് ഓർമ്മയിലെത്തിയ പൊന്നുണ്ണിക്ക് ചിരി പൊട്ടിപ്പോയി. വെള്ളം അടുപ്പത്ത് വെച്ച് കാത്തിരുന്ന അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. നീ എന്താ പാവയ്ക്കാക്കുട്ട ഇത്ര ചുമതലയില്ലാതായത്? തർക്കുത്തരവും പറയുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് കാര്യമറിയാതെ വഴക്കു പറയാൻ തുടങ്ങി. കുറച്ചു നേരം ക്ഷമിച്ചേക്കാം അമ്മൂമ്മയല്ലേ എന്ന് കരുതിയെങ്കിലും അമ്മൂമ്മയുടെ പാവയ്ക്കാക്കുട്ടൻ വിളി പലതവണയായപ്പോൾ അവൻ ഒട്ടും മടിച്ചില്ല. കമ്പെടുത്ത് നീട്ടി മന്ത്രം ചൊല്ലി പറഞ്ഞു ഠോ ഠോ. അമ്മൂമ്മ നിന്ന നിൽപ്പിൽ താഴെ വീണ് തല പൊട്ടി. ശബ്ദം കേട്ടുവന്ന അപ്പൂപ്പൻ തീരെ പ്രതീക്ഷിക്കാത്ത ആ രംഗം കണ്ട വിഷമത്തിൽ നീ ഇതെന്താണ് ചെയ്തത് പാവയ്ക്കാക്കുട്ട എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ആകെ സംഭ്രമിച്ചു പോയ അവൻ എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ചുപോയി. അവൻ പോലും അറിയാതെ സ്വന്തം കൈകൾ പൊങ്ങുന്നതും ഠോ ഠോ എന്ന് ശബ്ദം പുറപ്പെടുന്നതും മാത്രം അറിഞ്ഞു. ഞെട്ടി താഴെ വീണ അപ്പൂപ്പൻ മനസ്സുകൊണ്ട് സ്വയം ശപിച്ചുപോയി. പക്വതയില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെയൊരു കഴിവ് കൊടുത്തതിന്. എല്ലാ അനർത്ഥങ്ങളും വരുത്തിയ വിഷമത്തിൽ ആ വിഷണ്ണതയിൽ വീണുകിടക്കുന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കണ്ടു പേടിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പാവയ്ക്കാക്കുട്ടൻ കമ്പും വലിച്ചെറിഞ്ഞ് എങ്ങോട്ടോ ഓടിപ്പോവുകയും ചെയ്തു. അതാണ് മക്കളെ പറയുന്നത്, ഓരോ പ്രായത്തിൽ കൊടുക്കാൻ യുക്തമാകുന്നതേ കൊടുക്കാവൂ. അറിവുകളായാലും വസ്തുക്കളായാലും അത് തീരുമാനിക്കാൻ മുതിർന്നവർക്കും കഴിയണം. ജാനോമ പറഞ്ഞു നിർത്തുമ്പോഴേക്കും താൻ ഒഴികെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന് ഓർത്ത ഉണ്ണിക്കുട്ടൻ പാതി മയക്കത്തിലായി. ഠോ ഠോ നേരിയ ശബ്ദത്തോടെ ഉണ്ണിക്കുട്ടന്റെ ചുണ്ടുകൾ ചലിക്കുന്നതും നോക്കിയിരുന്ന പാർവതിയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വന്നുപോയി. കുട്ടിയുടെ ഉള്ളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ പാവയ്ക്കാക്കുട്ടൻ ഇപ്പോഴും മാഞ്ഞിട്ടില്ല എന്നതോർത്ത് വിസ്മയം കലർന്ന ആനന്ദം അവളെ തൊട്ടു നിന്നു. മെട്രോ നഗരത്തിലെ ജീവിതത്തിലും കാൽപ്പനികതയും കഥയും എന്തും വിശ്വസിക്കുന്ന ബാല്യവും അവനിൽ ബാക്കി നിൽക്കുന്നല്ലോ എന്ന ആശ്വാസവും. ഉറങ്ങട്ടെ, വീടെത്തുമ്പോൾ വിളിക്കാം. അവന്റെ കണ്ണുകൾ അടയുന്നത് നോക്കിയിരുന്ന അമ്മ മെല്ലെ തുടയിൽ തട്ടിക്കൊണ്ടിരുന്നു. ഇന്നത്തെ കഥ പാവയ്ക്കാക്കുട്ടൻ അല്പം കടുപ്പം കുറഞ്ഞതാണ്. വീട്ടിൽ കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ കേൾപ്പിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവരും തീർച്ചയായും ആസ്വദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ അടുത്ത കഥയുമായി കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നു.